അച്ഛാ, അച്ഛൻ എന്നാ അർദ്ധരാത്രിക്ക് കൊട പിടിച്ചത്? എന്ത്? അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന പുത്തൻ പണക്കാരനാണ് അച്ഛനെന്ന് എന്റെ ഫ്രണ്ട് ദീപക് പറഞ്ഞല്ലോ. അവന്റെ തന്ത. അതെ, അവന്റെ അച്ഛൻ പറഞ്ഞത് അവൻ കേട്ടതാ. എങ്കിൽ അവന്റെ അച്ഛന്റെയും തന്ത. നിന്നെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഞാൻ മാറ്റും. ഉച്ചക്ക് എന്തൊക്കെയാണ് ഭക്ഷണം? കാളന് എരിശ്ശേരിയുണ്ട്, നെയ്മീൻ കറി വെച്ചതും പൊരിച്ചതും ഉണ്ട്, പിന്നെ ചിക്കൻ. ഇതൊക്കെ ഉള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? നായ നടുക്കട്ടിലെത്തിയാലും നക്കിയെ കുടിക്കും. ഏത് നായ അച്ഛാ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പണമുണ്ടായതുകൊണ്ട് മാത്രം നല്ല ഫുഡ് ഉണ്ടാവില്ല, അത് ഉണ്ടാക്കാൻ അറിയാൻ കൂടി വേണമല്ലോ. നീ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും കുക്കിംഗ് ക്ലാസ്സിൽ പോയി ചേര്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചതല്ലേ, അതൊക്കെ ഇവിടെയും വേണം. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? എക്സ്പേർട്ട് ഒരു കുക്കിനെ വെക്കുക നിവൃത്തിയുള്ളെന്നാ തോന്നുന്നത്. ഹലോ, അശോക് ജി ഹിയർ. ആ പ്രേം. ഓ, ചെയർമാൻ വന്നു അല്ലേ? വന്നോട്ടെ. എനിക്ക് രജിസ്ട്രേഷൻ ഒരു മൂഡ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കാം. പിന്നൊരു കാര്യം, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തരുത് കേട്ടോ. ആ പിന്നെ പ്രേം, എനിക്ക് എക്സ്പെർട്ട് ഒരു കുക്കിനെ വേണമല്ലോ. ചൈനീസും കോണ്ടിനെന്റിലും ഒക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാർ കുക്കിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കൂ. ഓക്കെ? ഒറ്റയടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അന്വേഷിക്കൂ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാലല്ലേ നന്നായി രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറ്റൂ. എല്ലാം റെഡിയാക്കിയിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ? ഇനി ഇങ്ങനൊന്നും പറയണ്ട അശോകേട്ടാ. എന്താ ഇതൊക്കെ? എവിടുന്ന് ഇത്രയധികം പണം? ഇന്നലെ ടാറ്റയുടെ കയ്യിലുണ്ടായിരുന്ന പണം ഇന്ന് നിന്റെ കയ്യിൽ വരും, നാളെ അത് എൻ്റെ കയ്യിലും വരും. ഭാഗ്യം വന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണ്. ആ കളി വിജയിച്ചാൽ നമ്മൾ ഇവിടെയല്ല, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും എത്തുന്നത്. എന്താ ഇവിടെ? സാറ് വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചില്ല. വിളിക്കാനൊരു മൂടുള്ളപ്പോൾ വിളിക്കാന്നാണല്ലോ പറഞ്ഞിരുന്നത്. 1-2 വർഷത്തിനുള്ളിൽ മൂഡ് വരുവോ ആവോ. ഹെൽത്ത് ക്ലബിലല്ല ബിസിനസ് സംസാരിക്കുന്നത്. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ഇതറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ദിവസം എത്രയേ? ഇതെന്താ കുട്ടിക്കളിയാ? സാർ, ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. ചെയർമാനും ഡയറക്ടർ ബോർഡും ഞങ്ങളെ നിലത്ത് നിർത്തുന്നില്ല. ഞാനേ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നയാളാ. ഈ മാസം വസ്തു സംബന്ധമായ ഒരു ഇടപാടും പാടില്ലെന്ന ജ്യോത്സ്യന്റെ നിർദ്ദേശം. കമ്പനിയുടെ വില്ലേ താമസിച്ച് കമ്പനിയുടെ പൈസയും കൈപ്പറ്റി കമ്പനിയെ പറ്റിച്ചോണ്ടിരിക്കുന്ന കാര്യം ജോലിസരോട് പറഞ്ഞോ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ താൻ വക്കീലാണോ കിക്കീലാണോ എന്ന് ഞാൻ നോക്കില്ല. എന്താ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നല്ല വാടകക്കൊലയാളെ വിളിച്ചിട്ട് തട്ടിക്കളയാ. അശോകേട്ടാ, അശോകേട്ടാ, എന്താ? ഒന്നിങ്ങ് വന്നേ. എന്തിനാണോ ഈ ലോറി കൊണ്ടുപോയി? ഞാൻ വിസിലടിച്ചാ കേട്ടില്ലായിരുന്നോ? അനധികൃതമായ ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴേ വിസിലടിയെ മാനിക്കേണ്ടതുള്ളൂ. ഇത് എന്റെ സ്വന്തം സ്ഥലമാണ്. ഐ ആം ഓനച്ചൻ, CP ഓനച്ചൻ. ഒരു കാര്യം, ഈ ചട്ടികൾ ഇറക്കുമ്പോ ഷേക്കാവരുത്, മണ്ണിളകും, സൂക്ഷിച്ച്. അല്ല സാർ, ഈ പശുവൊക്കെ? പശു എന്റെ കുടുംബാംഗമാണ്, അതെന്റെ കൂടെ താമസിക്കും. സാർ, ഈ പശുവിനൊക്കെ താമസിക്കാനുള്ള സ്ഥലമല്ലത്. ഈ വില്ല കോംപ്ലക്സിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ പശു എന്റെ കോമ്പൗണ്ടിൽ വളരുന്നു. പശു നിൽക്കുന്നത് എന്റെ പ്രോപ്പർട്ടിയിലല്ലേ,
പക്ഷെ അത് നെയ്ബേഴ്സിനൊക്കെ ബുദ്ധിമുട്ടാവില്ല സാർ. അത് നെയ്ബേഴ്സ് അല്ലേ പറയേണ്ടത്. എക്സ്ക്യൂസ് മീ, ആർ യു എ നെയ്ബർ? അതെ. ഞാൻ എന്റെ വീട്ടിൽ പശുവിനെ വളർത്തുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? മാഡത്തിനോ? ഏയ് ആ, കേട്ടില്ലേ? എനിക്ക് കമ്പനിയിൽ ഒന്ന് വിളിച്ചു ചോദിക്കാതെ പറ്റില്ല സാർ. എന്ത് കമ്പനി? ആരുടെ കമ്പനി? പാലുത്പാദനത്തിൽ ഒരു ധവള വിപ്ലവം തന്നെ സൃഷ്ടിച്ച കുര്യൻ സാറിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. കേട്ടിട്ടില്ലേ കുര്യൻ സാറിനെ പറ്റി? ഗോമാത എന്ന് പറഞ്ഞാൽ പശുവോ എന്നല്ല, ഗോമാതാവാണ് എന്നാണ്. ആ പശുവിനെയാണ് വീട്ടിൽ കയറ്റുന്നത് ഇവര് പറയുന്നത്. സുഭാഷ് പലേക്കറെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ആ സമയത്ത് സാറ് പറയണ്ട. കേട്ടിട്ടുണ്ടോ? എവിടുന്ന്? സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന്റെ ഉപജ്ഞാതാവാണ്. ഒരു പശുവിന്റെ ചാണകവും മൂത്രവും ഉണ്ടെങ്കിൽ 30 ഏക്കർ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ച മഹാൻ. ദേ കണ്ടില്ലേ, ഇതൊന്നും അലങ്കാര ചെടികളല്ല, ജൈവകൃഷിയാ, ജൈവകൃഷി. വല്ല വിവരമുണ്ടോ? എന്താ പേര്? അശോകൻ. അശോക് ജി എന്ന് വിളിക്കും. ഞാൻ വിളിക്കില്ല. ഞാൻ 2 പേരെ മാത്രമേ ജി ചേർത്ത് വിളിക്കുള്ളൂ. ഒന്ന് ജി ശങ്കരക്കുറുപ്പ്, ഒന്ന് പലേക്കർ ജി. മിസ്റ്റർ അശോകൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്ത് ബിസിനസ്? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെവിടെയും പറയാവുന്ന ഒരു ബിസിനസ്സാ. ഞാനും ബിസിനസ് തന്നെ, ഫൈനാൻസ്. എന്ന് വെച്ച് കൊള്ളപ്പലിശ കണ്ടവന്മാർക്ക് ഫൈനാൻസ് ചെയ്യുന്ന മൂരാച്ചിയല്ല. പശുവിനെ സൂക്ഷിച്ചിറക്കണം. സൂക്ഷിച്ച്. ആ, നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് വർത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അവർക്ക് കൈമേ മറന്ന് ഞാൻ ഫൈനാൻസ് ചെയ്യും, ചെറിയ പലിശയ്ക്ക്. ഫോർ എക്സാമ്പിൾ, പശു വളർത്തൽ, ജൈവകൃഷി, മാലിന്യ സംസ്കരണം. ഇപ്പൊ മൊത്തം എത്ര ലക്ഷം ഫൈനാൻസ് കൊടുത്ത് കാണും? ഒരു 6-7 കോടിക്ക് പുറത്ത് കാണും. ഫാമിലിയൊക്കെ? മകൻ അമേരിക്കയില്, മകള് കോലാലംപൂരില്, വൈഫ് കോഴഞ്ചേരിയിലുണ്ട്. കൂടെ വരേണ്ടതാ. ഇന്നലെ മെഴ്സിഡന് ചവിട്ട് കൊണ്ടു, കാലിനൊന്നിട്ട് പൊട്ടല്. തൊഴുത്ത് പുറകില. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ജാടയല്ല കേട്ടോ, ഞാൻ കഴിയുന്നതും പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. കുട്ടികൾ എത്രയാ? 2. അവർക്കുള്ള പാല് ഞാൻ തരും. പറഞ്ഞാ മതി. കുട്ടികൾ ശുദ്ധമായ പാൽ കുടിച്ച് വളരട്ടെ. ഓ, ഈ മെഴ്സിക്കുട്ടിയെ കറക്കാൻ സമയമായി. സമയത്ത് കറന്നില്ലെങ്കിൽ അകിട് നോവും. ഞാനിവിടെ പുതിയ ആളായതുകൊണ്ട് അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ലല്ലോ. എങ്ങനെയാ, വൈകുന്നേരം ഫ്രീ ആണോ? ആണെങ്കിൽ നമുക്ക് ഇവിടെ കൂടാം, കുറച്ച് നേരം പോക്കൊക്കെ ആവാം. ഓക്കെ. എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാ. കൈ കൊണ്ട് തൊടൂല ഞാൻ. ഇതിന്റെ ABCD അറിയാൻ മേലാത്തവരൊക്കെ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് a minute. ഹലോ ഡിയർ. Hornets in the back, I'm a bad boy. I'm a road boy. I'm a road boy. I'm a road boy. Hornets in the back. ആരെ വൈഫായിരുന്നു? ചയ്യേ, വൈഫിനോട് ആരെങ്കിലും ഇത്ര നേരം സംസാരിക്കൂ? ഇത് നമ്മുടെ പുതിയ ഓൺലൈൻ ഫ്രണ്ടാ, 21 ഫീമെയിൽ ട്രിച്ചൂർ. രാത്രി ഇനിയും പിടിക്കും. ഒരുപാട് പ്രത്യേകതയുള്ള ആളാ ഓനച്ചൻ. നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു പ്രത്യേക രസം. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? അതെന്താ, അശോകൻ ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? അല്ല, ഞാൻ ആ വഴിക്ക് അങ്ങനെ. എന്താ, താല്പര്യം ഇല്ലേ? അതല്ല, ഞാൻ ആ വഴിക്ക് അങ്ങനെ. ആ വഴിക്ക് ഈ വഴിക്കൊക്കെ നിൽക്കട്ടെ, താല്പര്യം ഉണ്ടോ?
എന്റെ അശോക, ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ തയ്യാറുള്ള ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. അവർക്ക് എന്താ വേണ്ടത്? പണം. അത് തൻ്റെ ഉണ്ട്. പിന്നെന്താ? അശോക, മാറുന്ന കാലത്തിനൊട്ട് നമ്മളും മാറണം. ഇല്ലേ പഴഞ്ചനായി പോവും, പെട്ടെന്ന് വയസ്സായി പോവും. ആ ഓ ആ ശരി 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 ശരി, വെച്ചോ വെച്ചോ വെച്ചോ. വൈഫാ, അത് ഇത്രയും മതി. ഹലോ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അശോകൻ സാർ അല്ലേ? അതെ. സർ, ഞാൻ രൂപ. എത്ര രൂപ? അല്ല സർ, എന്റെ പേര് രൂപ എന്നാ. ഓ അങ്ങനെ. നിങ്ങൾ പറഞ്ഞോ, എന്താ രൂപേ? സർ, ഞാൻ ഹോങ്കോങ് റിലീജിയർ ഇൻഷുറൻസ് കമ്പനിയിലെ ഇൻഷുറൻസ് അഡ്വൈസറാ. ഓ ഇൻഷുറൻസാ. ഞാനിവിടെ ഒരു മീറ്റിംഗിലാണല്ലോ. സോറി സർ, എന്നാ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. ഈ ഇൻഷുറൻസ് കമ്പനികളെ കൊണ്ട് തോറ്റു. എത്ര പേരാ വിളിക്കുന്നത്? ദിവസവും 5ഉം 10ഉം കോളുകളാ വരുന്നത്. അതൊക്കെ എല്ലാവർക്കും വരുന്നതാ. ശല്യം എന്ന് പറയാൻ വരട്ടെ. വിളിച്ചത് ഹാർഡോ സോഫ്റ്റോ? എന്ത്? ആണാണോ പെണ്ണാണോ? ആ പെണ്ണാ. കളഞ്ഞു. എൻ്റെ തന്നാ പോരായിരുന്നോ? ഞാൻ ഇത്തരം കോളുകളൊന്നും ഒഴിവാക്കാറില്ല. എന്ന് വെച്ച് ഞാൻ എല്ലാവർക്കും അങ്ങനെ പോളിസി കൊടുക്കാറൊന്നുമില്ല. തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ മറ്റോ വരുത്തിയിട്ട് കണ്ടാ കൊള്ളാമെങ്കിൽ ചൂണ്ടയിടും, കുറെ കാശങ്ങ് പൊട്ടിക്കും. അങ്ങനെ എത്ര എത്ര ഇൻഷുറൻസ് കാമുകിമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓ, ഒരിക്കലൊരു കോട്ടയക്കാരിയെ കിട്ടി. എന്തായിരുന്നു അവള്? 19 വയസ്സ്, ഗോതമ്പിന്റെ നിറം, വീണ തൻകുടം പോലെ നിതംബം, വീണുരുമുന്ന വേണീ കദംബം. കുറെ അറുമതിച്ചു ഞങ്ങള്. പാസ്പോർട്ട് എടുപ്പിച്ച് സീഷെൽസിലും ബംഗാവിലും ഒക്കെ കൊണ്ടുപോയി. കെട്ടിപ്പോകുന്നത് വരെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അവള്. രൂപ, നല്ല പേര്. ഏതായാലും ആ നമ്പരൊന്ന് ഫീഡ് ചെയ്ത് വെച്ചോ. രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ, പ്രേമവതി മധുരാംഗി മാറിലെ ചൂടുതരൂ. രൂപവതി രുചിരാംഗി